നമ്മുടെ കരങ്ങൾ ദൈവസന്നിധിയിൽ ഉയർത്തി യേശുവിനൊന്ന് നന്ദി പറഞ്ഞ് നമ്മൾ യേശുവിനോട് ചില കാര്യങ്ങൾ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഇനിയും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചിലത് ചെയ്യും. നമ്മുടെ മക്കൾക്ക് വേണ്ടിയോ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയോ ഒക്കെ നാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. പല അത്ഭുതങ്ങളും കണ്ടിട്ടുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ അറിഞ്ഞിട്ടുണ്ടത്? എന്നാൽ ഇന്ന് പകലിൽ ഒന്നുകൂടെ ആഴത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയട്ടെ, ഇനിയും ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുടെ നടുവിൽ യേശു കർത്താവ് ഇനിയും ചില അത്ഭുതങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവർക്കായിട്ട് ചെയ്യും. നമ്മുടെ പ്രാർത്ഥനകളൊന്നും വെറുതെയാകില്ല. ഇന്നലകളിൽ നീ കരഞ്ഞ വിഷയത്തെ യേശുവിനറിയാം. ഇന്നലകളിൽ കരഞ്ഞ് പ്രാർത്ഥിച്ച ആവശ്യങ്ങളെ കർത്താവിനറിയാം. കർത്താവ് അതൊന്നും വെറുതെ നിന്നെ മടക്കി അയക്കുകയില്ല. പ്രാർത്ഥിച്ചവൻ അറിയാം ഇതിൻ്റെ മറുപടി. അവിടെ ഏത് വിഷയത്തിലാണോ പ്രാർത്ഥിച്ചത് ആ വിഷയത്തിൽ മറുപടി വെളിപ്പെടുക തന്നെ ചെയ്യും. നിന്റെ മക്കൾക്ക് വേണ്ടിയാണോ നീ മനമുരുകി പ്രാർത്ഥിച്ചത്? നിന്റെ വീടിന് വേണ്ടിയാണോ പ്രാർത്ഥിച്ചത്? നിന്റെ രോഗത്തിന് വേണ്ടിയാണോ പ്രാർത്ഥിച്ചത്? നിന്റെ പ്രിയപ്പെട്ടവരുടെ രോഗത്തിന് വേണ്ടിയാണോ പ്രാർത്ഥിച്ചത്? അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണോ നീ ഇടിവിൽ നിന്നത്? പ്രാർത്ഥിച്ച നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകാതിരിക്കത്തില്ല. അവൻ ഇന്ന് പകലിലും അസാധാരണമായി പ്രവർത്തിക്കും. ഹല്ലേലൂയ. ചേർന്നെന്ന് പറഞ്ഞ്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരമരുളുന്നൊരു ദൈവമുണ്ട്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരമരുളുന്നൊരു ദൈവമുണ്ട്. കർത്താവേ, ഞാൻ അങ്ങയെ സ്തുതിക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് പകലിലും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവ് ഇന്നും പ്രവർത്തിക്കാൻ മതിയായ ഒരുവനാണെന്ന് വിശ്വാസത്തോടെ നമുക്കൊന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ കർത്താവിന് സ്തോത്രം ചെയ്യുവാൻ ഇന്ന് പകൽ ഇടയാകട്ടെ. ഹല്ലേലൂയ. അതുപോലെ തന്നെ കർത്താവ് ഇവിടെ പറയുകയാണ്, യേശു അവനോട് പൊയ്ക്കൊള്ളുക. 50-ാം വാക്യത്തിൽ പറയുന്നു, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച്, യേശു എന്താണോ പറഞ്ഞത് അതങ്ങനെ തന്നെ രാജഭൃത്യൻ വിശ്വസിച്ചു. ഹല്ലേലൂയ. അവിടെ ഒരടയാളങ്ങളും കണ്ടിട്ടല്ല വിശ്വസിച്ചത്. യേശു ഇത് പറയുന്നതിന് തൊട്ടു മുൻപ് വരെ മരിക്കുന്ന സാഹചര്യത്തിൽ കിടക്കുന്ന വീടാണ്. തൻ്റെ മകൻ മരിക്കാൻ നിൽക്കുന്ന രോഗത്തിലാണ്. പക്ഷെ യേശു പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. അതിനർത്ഥം എന്താണ്? മരണത്തിൻ്റെ അവസ്ഥകൾ കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? നിന്റെ മകൻ മരിച്ചു പോകേണ്ടുന്നവൻ മരണഘട്ടത്തെ അതിജീവിച്ചിരിക്കുന്നു. ഇന്ന് പകലിലും ഇങ്ങനെ ചില അത്ഭുതങ്ങൾ പ്രതീക്ഷ അറ്റുകിടക്കുന്ന വിഷയമാണ് രാജഭൃത്യന്റെ മകനിൽ സംഭവിച്ചിരിക്കുന്നത്. പ്രതീക്ഷ അറ്റുകിടക്കുന്ന വിഷയം. ഇനി ഒരിക്കലും പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത സാഹചര്യം. പക്ഷേ യേശുവിൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി, അപേക്ഷിച്ചതിൻ്റെ ഫലമായി അവിടുത്തെ മരണ കാരണത്തെ കർത്താവ് മാറ്റിയിട്ട് പറയാണ്, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ, മരണഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ഇനി മരണത്തിന് മേൽ ജയമുള്ള ഒരുവൻ കൽപ്പിച്ചു. ആ വാക്ക് രാജഭൃത്യൻ വിശ്വസിച്ചു. ഹല്ലേലൂയ. വലിയ അത്ഭുതമാണ് അവിടെ സംഭവിക്കുന്നത്. വലിയ അത്ഭുതം. ലവ് യു ജീസസ്. രാജഭൃത്യൻ ആ വാക്ക് വിശ്വസിച്ചു. ദൈവസന്നിധിയിൽ ഒന്ന് പറയാൻ പറ്റുമോ? കർത്താവേ, അങ്ങയുടെ തിരുവചനം ഞങ്ങളോട് അറിയിക്കുന്ന വാഗ്ദത്തങ്ങളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അങ്ങ് പറഞ്ഞതുപോലെ അങ്ങ് പ്രവർത്തിക്കും. പ്രതീക്ഷയില്ലാത്ത സാഹചര്യത്തിൻ്റെ നടുവിലായിരിക്കാം,
പല വിഷയങ്ങളുടെ നടുവിലായിരിക്കാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ഒരിക്കലും പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്തൊരു മറുപടി കാണുകയില്ല എന്ന് പറയുന്ന ജീവിത സാഹചര്യത്തിനകത്തായിരിക്കാം നാം പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ നാം തുടങ്ങുമ്പോൾ കർത്താവ് പ്രതീക്ഷയറ്റ വിഷയത്തെ തൊടുക തന്നെ ചെയ്യും. പ്രതീക്ഷയറ്റ വിഷയത്തെ അവൻ തൊടും. അതൊന്ന് വിശ്വസിക്കാൻ ഇന്ന് പകൽ നമുക്ക് കഴിയട്ടെ. പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത ആമേൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ഡോക്ടർമാർ കൈവിട്ടെന്ന് പറയുന്ന വിഷയം, ഇനി ഒരിക്കലും അതിനകത്തൊരു വിടുതൽ കാണുകയില്ലെന്ന് പറയുന്ന വിഷയം, ഹല്ലേലൂയ, വീടുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഒരിക്കലും ആമേൻ ഉയർച്ച പ്രാപിക്കില്ലെന്ന് ശത്രു വാദിക്കുന്ന വിഷയങ്ങൾ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടുകയില്ലെന്ന് വാദിക്കുന്ന വിഷയങ്ങൾ, എല്ലാ വിഷയത്തിൻ്റെ മേലും ദൈവം നമ്മളോട് അറിയിച്ച വാഗ്ദത്തം, ദൈവത്തിൻ്റെ നിയോഗങ്ങൾ നാം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദൈവഭൃത്യന് പറയുവാൻ കഴിയും, ഞങ്ങൾ യേശു ഞങ്ങളോട് പറഞ്ഞ വാഗ്ദത്തത്തിൽ വിശ്വസിക്കുന്നു. ഓ ലവ് യു ജീസസ്. ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. എന്താ സംഭവിച്ചത്? അങ്ങനെ വിശ്വസിച്ചവൻ എന്താ സംഭവിച്ചത്? അടുത്ത വാക്യം പറയുന്നു, അവന് ഭേദം വന്ന നാഴിക അവരോട് ചോദിച്ചതിന് അവർ അവനോട്, ഇന്നലെ 7 മണിക്ക് പനി വിട്ടു മാറി എന്ന് പറഞ്ഞു. മരണകാരണമായ രോഗം പനിയായിരുന്നു. അത് 7 മണി വൈകുന്നേരത്ത് 7 മണിക്ക് പനി വിട്ടുമാറി എന്ന് പറഞ്ഞു. ആകയാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ എന്ന് അപ്പൻ ഗ്രഹിച്ചു. ഹല്ലേലൂയ. യേശു പറഞ്ഞ അതേ ടൈമിൽ തന്നെയാണ് ആ മകൻ്റെ പനി വിട്ടുമാറിയത്. ഓ ജീസസ്. പക്ഷേ പനി നിസ്സാരക്കാരനല്ല. ഇവിടെ മരിക്കത്തക്ക നിലകളിലുള്ള ജീവിത സാഹചര്യത്തിൽ പനി പിടിച്ച് കിടക്കുകയാണ്. ഓ ഇന്ന് പകലിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ ചില രോഗങ്ങൾ കർത്താവ് നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് സൗഖ്യമാക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇന്ന് പകൽ നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. ഓ ജീസസ്, ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എത്ര പേർക്ക് പറയാൻ പറ്റും, യേശു പറഞ്ഞ നാഴികയിൽ, അതിന് മുൻപോ അതിന് ശേഷമോ വൈകിയോ ഇല്ല, ആ സമയത്ത് തന്നെ, ഒന്നുകൂടെ പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ വാക്കിൽ, ആ വാക്ക് പുറത്തു വന്ന ആ ടൈമിൽ മരണകരമായ രോഗം സൗഖ്യമായി. യേശുവിൻ്റെ വാക്ക് അത്രയും ശക്തിയുള്ളതാണ്. യേശുവിൻ്റെ വചനം അത്രയും ശക്തിയുള്ളതാണ്. യേശുവിൻ്റെ വചനം അത്രയും ശക്തിയുള്ളതാണ്. ആ വാക്ക് അത്രയും ശക്തിയാണ്. ദൈവത്തിൻ്റെ വചനം അത്രയും ശക്തിയാണ്. ആമേൻ, ഹല്ലേലൂയ. ആ യേശു കർത്താവ് ഉച്ചരിച്ച സമയത്ത്, ആ ശബ്ദം പുറപ്പെടുവിച്ച സമയത്ത് സഡൻ മിറക്കിൾ അവിടെ നടന്നു. ഓ ഹല്ലേലൂയ. അങ്ങനെ അത്ഭുതങ്ങൾ. അപ്പോൾ തന്നെ ദൈവത്തിന്, യേശുവിന് ഈ പനിയെ സൗഖ്യമാക്കാൻ എത്ര സമയം വേണ്ടി വന്നു? ഹല്ലേലൂയ. ഒത്തിരി സമയം വേണ്ടി വന്നില്ല. മെഡിസിൻ കയ്യിലെടുത്ത്, വെള്ളം കയ്യിൽ പിടിച്ച് മെഡിസിൻ കഴിക്കേണ്ടുന്ന അത്ര സമയം പോലും വന്നില്ല. ഹല്ലേലൂയ. എത്ര സമയം വന്നു? പറഞ്ഞ വാക്കുച്ചരിച്ച ആ ടൈമിൽ ആ കുഞ്ഞിൻ്റെ പനി ശരീരത്തിൽ നിന്ന് വിട്ടുമാറി. കർത്താവിന് അതിന് കഴിയും. അപ്പോൾ തന്നെ കർത്താവിന് സൗഖ്യമാക്കാൻ കഴിയും. ഒന്ന് വിശ്വസിച്ചൊന്ന് പറഞ്ഞ്, അപ്പോൾ തന്നെ. അപ്പോൾ അവിടെ അധിക സമയമൊന്നും ഉണ്ടായില്ല. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് പകൽ വിശ്വാസത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, അപ്പോൾ തന്നെ അത്ഭുതം നടക്കും. അപ്പോൾ തന്നെ. അധിക സമയമെടുക്കത്തില്ല. ദൈവത്തിന് പ്രവർത്തിക്കാൻ അധിക സമയത്തിൻ്റെ ആവശ്യമില്ല. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ഒത്തിരി ടൈമിൻ്റെ ആവശ്യമില്ല. ഓ ദൈവം അത് പ്രവർത്തിക്കുമ്പോൾ മരണകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറാൻ അപ്പോൾ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കും.